Mindful moments with Hammy. നിങ്ങൾ വളരെ സമാധാനത്തോടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് എത്ര നാളായി? ഇന്നത്തെ ദിവസം നമ്മൾ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആണ് നോക്കുന്നത്. വെൽക്കം ടു ഡേ 24 ഓഫ് കോൺഷ്യസ് ആൻഡ് മൈൻഡ്ഫുൾ ലിവിങ്. ഇന്നത്തെ ദിവസം വളരെ സമാധാനത്തോടു കൂടി എന്തെങ്കിലും ഒരു ചെറിയ സാധനം എടുക്കുക. ഞാൻ എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യാറ് റൈസിനാണ്, അതായത് ഉണക്കമുന്തിരി ഉണ്ടല്ലോ. നമ്മൾ ചുമ്മാ കഴിക്കുന്നതിന് പകരം അതിനെ ആദ്യം നമ്മളുടെ കയ്യിൽ വെച്ച് നമ്മൾ അതിൻ്റെ ഷേപ്പ് സൈസൊക്കെ ഒന്ന് കണ്ണടച്ച് അതിനെ ഫീൽ ചെയ്യാം. അങ്ങനെ ഫീൽ ചെയ്തിട്ട് നിങ്ങളതിനെ പതിയെ നിങ്ങളുടെ മൂക്കിനോട് അടുപ്പിച്ചിട്ട് അതിൻ്റെ മണം, ആ ഒരു സ്മെല്ലിനെ ഫീൽ ചെയ്യുക. അത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ നാവിൽ വെള്ളം ഊറി. അതുപോലെ നിങ്ങളുടെ നാവിൽ ആ ഒരു വെള്ളം വരും. അതിനെ ഫീൽ ചെയ്യുക. എന്നിട്ട് പതിയെ നിങ്ങളുടെ ചുണ്ടിനോട് അടുപ്പിച്ച് അതിനെ ആ ചുണ്ടിൽ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീലിനെ സെൻസ് ചെയ്യുക. പതിയെ നാവ് കൊണ്ട് അതിനെ ഉള്ളിലേക്കെടുത്ത് ആ ഒരു ഫീല് കൊണ്ടുവന്നിട്ട് ആദ്യം ഒരൊറ്റ തവണ ചവയ്ക്കാൻ പാടുള്ളൂ. ഒറ്റ ചവച്ചിട്ട് ആ നീര് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സെൻസേഷൻ നിങ്ങൾ ഫീൽ ചെയ്യുക. ആ ടേസ്റ്റ് നിങ്ങൾ ഫീൽ ചെയ്യുക. എന്നിട്ട് ഒരു തവണയും കൂടി ചവയ്ക്കുക. എഗെയിൻ ടേസ്റ്റിനെ ഫീൽ ചെയ്യുക. ദെൻ ആ ചവച്ചുകൊണ്ട് അത് ആ ടേസ്റ്റിനെ കംപ്ലീറ്റ് നിങ്ങൾ ഇറക്കാൻ പാടില്ല. ചവച്ച് വായിൽ വെച്ച് തന്നെ ചവച്ചുകൊണ്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക. ആ ഒരു ഫീലിനെ ഒബ്സർവ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് പതിയെ 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 അതിനെ ചവച്ച് നന്നായിട്ട് ചവച്ച് അരച്ചതിന് ശേഷം സാവധാനം നിങ്ങൾ അതിനെ ഇറക്കുക. പതിയെ ഇറക്കുക, വളരെ സ്ലോ ആയിട്ട്. ഇറക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വായിൽ നിൽക്കുന്ന ആ ഒരു ആഫ്റ്റർ ടേസ്റ്റിനെ നിങ്ങൾ ഫീൽ ചെയ്യുക. ആ ഒരു ഫീലിംഗ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ. അപ്പം നിങ്ങൾ എത്ര സമയം എടുക്കുന്നു ഇതിന് വേണ്ടിയിട്ട് എന്നുള്ളത് കൂടി നിങ്ങൾ കമൻറ്റിൽ ഇടണം. കാര്യം എനിക്കറിയണം നിങ്ങൾ എത്ര സമയം എടുത്തിട്ടാണ് അത് ചെയ്തത് എന്നുള്ളത്. ഓക്കെ. ഇതാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ നിസ്സാരമായി കരുതുന്ന ആഹാരം കഴിപ്പ് എന്ന് പറയുന്ന സംഭവം നമ്മൾ മൈൻഡ്ഫുള്ളായി കഴിച്ചു തുടങ്ങിയാൽ നമ്മളുടെ ശരീരത്തിലാവട്ടെ മനസ്സിലാകട്ടെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സ്ട്രെസ്സൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ബെസ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു ടൂളാണ് ഈ പറയുന്ന മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ നല്ല രീതിയിലാകാനും എല്ലാം ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. ബൈ.